അങ്ങനെ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ പുൽക്കൂടൊക്കെ പൊളിച്ചു മാറ്റാനുള്ള സമയമായിട്ട്. അപ്പൊ ന്യൂ ഇയറിന്റെ അന്ന് തന്നെ രാത്രി ചേട്ടായി മാല ബൾബും നക്ഷത്രമൊക്കെ ഊരി വെച്ചായിരുന്നേ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എന്നോട് പറഞ്ഞു വേഗം എടുത്തു വെച്ച പിള്ളേരെ എനിക്കിനെക്കാട്ടും മുമ്പ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ രൂപങ്ങളായിട്ട് എടുത്തു വെച്ച്, അല്ലെങ്കിൽ അത് വേഗം പൊട്ടിപ്പോയില്ല, നിങ്ങളെ എനിക്കിനെക്കാട്ടും മുമ്പ് എടുത്തു വെക്കാലെന്ന് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോഴത്തേനും ഇച്ചുവൊക്കെ ഏറ്റു വന്നിട്ടോ. പിന്നെ പാപ്പിക്കുട്ടനെ എനിക്കകത്ത് കാരണം വലിയ കുഴപ്പമില്ല, അവനാണ് മീൻ വിരകലുകാരൻ. അതൊക്കെ ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിലൊക്കെ എടുത്ത് വെച്ച്, അത് ജീസന്റെ ആയിരുന്നു. അപ്പൊ ജീസന് തിരിച്ചു കൊടുക്കേണ്ടത് നാശാക്കാണ്ട് കൊടുക്കണമല്ലോ, എന്നാലല്ലേ അവൻ അടുത്ത പ്രാവശ്യം തരുള്ളൂ. അപ്പൊ ഞാൻ വേഗം അത് ആദ്യം കൊണ്ടുപോയി അകത്ത് വെച്ചിട്ടാണ് പിന്നെ ട്രീമത്തെ സാധനങ്ങളൊക്കെ ഊരി പ്ലാസ്റ്റിക് കവറിൽ എടുത്ത് വെച്ചിട്ട്. അപ്പൊ അടുത്ത കല്ല് ഉപയോഗിക്കാൻ കഴിഞ്ഞ കൊല്ലം മേടിച്ചത് തന്നെയാണ് ഇപ്രാവശ്യം ഉപയോഗിച്ചിട്ട്. വേറെ ഒന്നും ഞാൻ കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ട്രീയും ഞാൻ ഊരി വെച്ചിട്ട്, കാരണം പുറത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ ആകെ വെയിലും കൊണ്ട് അതിന്റെ കളറൊക്കെ മങ്ങും. അപ്പൊ ട്രീ ഊരി വെച്ചു, അതിന്റെ കോല് ഇങ്ങനെ വിടിയിച്ചിട്ടില്ല, അങ്ങനെ തന്നെ മോളെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കി ഓരോരോ സാധനങ്ങൾ അകത്ത് കൊണ്ടുവച്ചിട്ടാ. ശരിക്കും പറഞ്ഞത് ഞാനൊരു ക്രിസ്മസ് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് പൊളിക്കാൻ നിന്നുണ്ടാ, വേറെ ഒന്നല്ല പൂച്ച കയറി ഇരുന്നിട്ടേ. അപ്പോഴാണ് ചേട്ടായി പറഞ്ഞത് അത്ര വേഗം ഒന്നും പൊളിച്ച് മാറ്റില്ലടി, ന്യൂ ഇയർ ഒക്കെ കഴിയണമെന്ന്. എനിക്കറിയണ്ടായിരുന്നില്ല, ചേട്ടായി പറഞ്ഞപ്പോഴാട്ടെ ഞാൻ അറിഞ്ഞത്. പിന്നെ അവിടെ കടിച്ചു വാരി വൃത്തിയാക്കി. പിന്നെ ആ മേശ ഉണ്ടല്ലോ, മേശം കൊണ്ട് നമുക്കൊരു പണിയുണ്ട് കേട്ടാ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമ്മുടെ ഡൈനിങ് ഹാളിന്റെ ഷോക്കേഴ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ളൂ. ബൈ, സീ യു.